വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദുരൂഹമരണ കേസാണ്. ആ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കേസിലെ മുഖ്യ പ്രതിയാണ് പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു. അതായത് തങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്യില്ല, ഇതിൽ ദുരൂഹതയുണ്ട്, കൊലപാതകമാണ് നടന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതോടൊപ്പം ഈ പോലീസിന്റെ ഭാഗത്ത് കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവും ആരോപിക്കുന്നുണ്ട്. പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അത് ഇപ്പോഴല്ല, അത് ആദ്യ സമയത്ത് അവന്റെ ബോഡി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ വെച്ചിട്ട് വൈത്തിരി SI ഇവിടുന്ന് പോയ ആൾക്കാരോട് പറഞ്ഞു, ഇതൊരു ആത്മഹത്യയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വേറെ സംശയിക്കേണ്ട കാര്യമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പരാതി അവർ കൊടുത്തു. ഇവിടുന്ന് പോയ ആൾക്കാർ, ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു ആ സമയത്ത്. ഇവിടുന്ന് പോയ ബന്ധുക്കൾ ഒരു പരാതി കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ വരുന്ന സമയത്ത് പൊതുദർശനത്തിന് വച്ചിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് നല്ലതായ സുഹൃത്തുക്കള് ഇവിടുന്ന് പോയ ആൾക്കാർക്ക്, എൻ്റെ അളിയൻ ഉൾപ്പെടെ പോയത്, അവർ കുറച്ച് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ നമ്പറിൽ വിളിക്കണം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം, സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയല്ല എന്ന്. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് സംശയങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേ അറിയുന്നത് ക്രൂരമായ റാഗിങ്ങിലോ 3 ദിവസമായിട്ട് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് മുതൽ ക്രൂരമായ റാഗിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തിട്ട് ഇവന്റെ സഹപാഠികൾ ഉൾപ്പെടെ പഠിക്കുന്ന റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് മാത്രമല്ല റൂംമേറ്റ്സും പിന്നെ സീനിയേഴ്സ്, സിഞ്ചു എന്ന് പറയുന്ന ഒരു സീനിയർ ഉണ്ട്, അവന്റെ നേതൃത്വത്തിലും സഹപാഠികളും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്രൂരമായി റാഗ് കൊന്നെന്നാ പറഞ്ഞത്. അതിൽ ചേർന്ന് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് ക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥ് ഇരയായി എന്നാണ് പിതാവ് ജയപ്രകാശ് നേരത്തെ ന്യൂസ് 18നോട് പറഞ്ഞത്. ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്, 11 പേർ പിടിയിലാകാനുണ്ട്. കേസിലാകെ 18 പ്രതികളാണുള്ളതെന്ന് DYSP വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഇന്ന് പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇനി 11 നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകളുണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കുലർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, നേരത്തെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിച്ചത്. കേസ് ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ഇടപെടലുണ്ടായി. അതോടൊപ്പം സർവകലാശാലയും ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ SFI പ്രവർത്തകർ, SFIയുടെ നേതാക്കളെ അടക്കം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി അടക്കമാണ് പിടിയിലായിരിക്കുന്നത്. ഇനി കേസിൽ 11 പേർ പിടിയിലാകാനുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ഒളിവിലുള്ളതിൽ എല്ലാ പ്രതികളും SFIയുടെ നേതാക്കളും പ്രവർത്തകരും തന്നെയാണോ? നേരത്തെ സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചതുപോലെ തന്നെയാണ് കോളേജിൽ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ ക്രൂരമർദ്ദനവും അരങ്ങേറി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരിച്ച സിദ്ധാർത്ഥിനെ റാഗിംഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും മുഖ്യ പങ്കുണ്ട് എന്ന് കരുതുന്ന അഖിലിനെയാണ് അന്വേഷണ സംഘം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഒളിവിലായിരുന്നു. ഈ പ്രതിയെ പാലക്കാട് നിന്നായിരുന്നു പിടികൂടിയത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് ഉച്ചയോടുകൂടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത്. കൽപ്പറ്റ DYSP TN സജീവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതേസമയം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി
അഭിഷേകാണ് ഈ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കേസിൽ ഒളിവിലായിട്ടുള്ള K അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റ് ആണ്. ഈ അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയിയാണ് ഈ സിദ്ധാർത്ഥിനെ വീട്ടിൽ പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ രഹൻ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ്. രഹനെ കൊണ്ടാണ് നേതാക്കൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത്. രഹന്റെ വാക്ക് വിശ്വസിച്ച് ഈ സിദ്ധാർത്ഥ് പിന്നീട് ക്യാമ്പസിൽ എത്തുകയായിരുന്നു. പിന്നീട് 16-ാം തീയതി വൈകിട്ട് ഈ സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെത്തുകയും അന്ന് ഈ പ്രതികളെല്ലാം തന്നെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ക്രൂരമായ പീഡനത്തിന് സിദ്ധാർത്ഥ് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. 20-ലധികം പേർ വിചാരണ നടത്തിയിട്ടുണ്ട്. ഈ മർദ്ദനമേറ്റ മുറിവുകളും ചതവുകളും വേദന സഹിച്ചുകൊണ്ടായിരുന്നു ദിവസങ്ങളോളം ഈ സിദ്ധാർത്ഥൻ കഴിഞ്ഞത്. സംഭവം പുറത്തു പറയാൻ ഒരു വിദ്യാർത്ഥിയും ധൈര്യപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ടുനിന്ന ഒരു വിദ്യാർത്ഥി കരയുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മോട് പറയുന്നത്. ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് അവരുടെ മൗന അനുവാദത്തോടു കൂടിയായിരുന്നു ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം നടന്നത് എന്നുള്ളതാണ് നിലവിൽ ആരോപിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കോളേജ് ക്യാമ്പസിൽ നിന്നും പുറത്തു വരുന്നത്. സീനിയർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വിചാരണ കോടതി നിലവിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. കുട്ടികൾ തമ്മിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി കൂട്ടവിചാരണയ്ക്ക് വിധേയമാകും. അതിനുശേഷം ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം ഇവർ തന്നെ ശിക്ഷയും വിധിക്കും എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പിന്നീട് ഇങ്ങനെ, അതായത് ജിൻസ്, നമ്മൾ ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത, കേരളത്തിൽ ഒരു ക്യാമ്പസിൽ നിന്നും കേൾക്കാത്തൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥി കോടതി. അത് ഒരു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഇത്തരം ഒരു വിചാരണ കോടതിയുള്ള വിവരം അവിടുത്തെ അധ്യാപകർക്കും കോളേജ് ക്യാമ്പസ് അധികൃതർക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണോ? ഇതെന്തുകൊണ്ടാണ് ഇത്തരം സംഭവം? അങ്ങനെയാണെങ്കിൽ ഒരു ആദ്യത്തെ ഇരയായിരിക്കില്ല, വിചാരണ കോടതിയുടെ ആദ്യത്തെ ഇരയായിരിക്കില്ല ഒരിക്കലും സിദ്ധാർത്ഥ്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപ് ഈ കോളേജിൽ നിന്ന്, ഈ ക്യാമ്പസിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇതുപോലുള്ള റാഗിംഗ് ക്രൂരതയുടെ കഥകൾ? ടോം, സത്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത് ആദ്യത്തെ സംഭവമാകാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതായത് കുട്ടികൾ തമ്മിൽ ഇത്തരത്തിൽ തർക്കം ഉണ്ടായാൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി അത് കൂട്ടവിചാരണ ചെയ്യപ്പെടുന്നു, അവരെ തന്നെ ശിക്ഷ വിധിക്കുന്നു. പിന്നീട് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം വീണ്ടും ശിക്ഷ ആവർത്തിച്ചാൽ വീണ്ടും ശിക്ഷ കടുപ്പിക്കും. ഇത് പോലീസ് കോളേജ് അധികൃതരെ പരാതി പറയാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതി പറയാനോ പാടില്ല എന്നുള്ള റൂളാണ് ഇവർ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയപ്പോൾ പോലും ഈ പതിവ് രീതിയായിരുന്നു പിന്തുടരുന്നത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഈ വിവരം പുറത്തു പോകില്ല എന്നുള്ള ഉറപ്പ് ഈ പ്രതികൾക്കുണ്ടായിരുന്നു. മരണം സംഭവിച്ചതോടെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടുകൂടെ മാത്രമാണ് ഈ ക്രൂര കൃത്യങ്ങളുടെ ഈ സംഭവം തന്നെ പുറത്തു വരുന്നത്. ടോം, നിലവില് ഈ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ കേസിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ ഈ കോളേജ് അധികൃതർ, സർവകലാശാല അധികൃതർ കേസ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഹപാഠികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ റാഗിംഗ് നടന്നു, സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിനിരയായി തുടങ്ങിയ കാര്യങ്ങൾ ബന്ധുക്കളോട് പറയരുത്, ശവസംസ്കാര ചടങ്ങുകൾക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പങ്കുവെക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം ഈ കോളേജ് അധികൃതർ നൽകിയെന്ന ഒരു ആരോപണം കൂടി പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതായത് പിന്നീട് ഈ സിദ്ധാർത്ഥിന്റെ സഹപാഠികളായിട്ടുള്ള ചില പെൺകുട്ടികളാണ് ഇക്കാര്യം തുറന്നു പറയാൻ അവർ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായി എടുത്തു നോക്കിയാൽ SFIയുടെ ഈ ഒരു ഗുണ്ടാ വാഴ്ച നടക്കുന്ന ഒരു ക്യാമ്പസിൽ ഈ രീതിയിൽ ധൈര്യമായി ആ പെൺകുട്ടികൾ തുറന്നു ഇല്ലായിരുന്നുവെങ്കിൽ, ഈ സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഈ സിദ്ധാർത്ഥ് ഈ ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റ വിവരവും അതേ തുടർന്നുള്ള സംഭവവികാസങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരുമായിരുന്നോ ജിൻസ? തീർച്ചയായും എല്ലാവരെയും ഈ കണ്ടുനിന്ന ആളുകളെ എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ കോളേജിലെ ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിൽ വെച്ചായിരുന്നു ക്രൂര പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയാകേണ്ടി വന്നത്. 25-ലധികം പേർ ഈ വിചാരണ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ മർദ്ദനമേറ്റ സിദ്ധാർത്ഥിന് മുറിവുകളും ചതവുകളും എല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ 3ഓളം ദിവസം സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പോലും ഒരു കുട്ടി പോലും ഇത് പറയാതിരിക്കുകയും പിന്നീട് മരണത്തിലേക്ക് നയിച്ചപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം പുറത്തു വരാൻ വിദ്യാർത്ഥികൾ പോലും പുറത്തു പറയാൻ ഈ വിദ്യാർത്ഥി
വിദ്യാർത്ഥികൾ സമ്മതിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും പോലും ഈ ആദ്യമേ തന്നെ ഇത്തരത്തിൽ സംഭവം ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ ഈ സംഭവത്തെ കുറിച്ച് യാതൊരു വിധ കാര്യങ്ങളും പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് കുട്ടികൾ പറയുന്നത്. അതേസമയം തന്നെ ഈ കോളേജ് അധികൃതർക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ സംഭവം ഉണ്ടായി 4 ദിവസത്തിനകമാണ് ഇവർ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിനുശേഷം ഈ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള 12 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും കൃത്യമായി ഈ പ്രതികളെ പിടികൂടുന്നതിലോ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സ്വീകരിച്ചു എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ ആയിരുന്നു ഈ മൊഴിയെടുക്കാൻ 8 പേരെ വിളിപ്പിച്ചത്. ഇതിൽ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് കൃത്യമായ ഈ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആൾക്കൂട്ട വിചാരണയ്ക്കടക്കം പങ്കെടുത്തവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. 6 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇനിയും 11 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. ജിൻസ്, ഈ സിദ്ധാർത്ഥിന്റെ കുടുംബം പിതാവ് ജയപ്രകാശ് അടക്കം ആരോപിച്ച കാര്യം മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അമ്മയെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഉടൻ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട്ടെ സ്വന്തം വീട്ടിലേക്ക് വരും എന്ന അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം സിദ്ധാർത്ഥിന്റെ തലയോട്ടി പൊട്ടിയതായി, അത്രയ്ക്കും ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥ് ഏറ്റു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് ആ രീതിയിൽ, അതായത് ആത്മഹത്യക്കപ്പുറം ഒരു കൊലപാതക സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട് നിലവിൽ. ആദ്യമേ തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായി എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം കേസ് അന്വേഷണം കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ടുള്ള TN സജീവനായിരുന്നു. എന്തായാലും അദ്ദേഹം നിലവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ വ്യക്തമാകുന്നത്. ശരീരത്തിൽ 3 നാൾ വരെയുള്ള പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഈ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഈ മരണത്തിന്റെ 2-3 ദിവസം മുൻപുണ്ടായ പരിക്കുകളാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൂടാതെ ഈ തലയ്ക്കും താടിയെല്ലിനും മുതുകിലുമെല്ലാം വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട്. കനമുള്ള എന്തെങ്കിലും കൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് നിലവിലെ നിഗമനം. എന്നാൽ ഈ തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണവുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. ഈ കേസിൽ ഇപ്പോൾ 11 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവർ, അതായത് ഉത്തരവാദിത്തപ്പെട്ട കോളേജ് യൂണിയന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്നവരടക്കമാണ് ഇനി കേസിൽ പിടിയിലാകാനുള്ളത്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രത്യേകിച്ചും ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട SFIയുടെ നേതാക്കൾ, അവരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ ആർഷോ പറഞ്ഞതുപോലെ അത്തരത്തിൽ SFI ഉണ്ടായിരുന്ന 4 പ്രവർത്തകരായിരുന്നു. അവരെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുള്ളവരെ പുറത്താക്കും. അത്തരത്തിൽ യാതൊരു സംരക്ഷണവും നൽകില്ല എന്നുള്ളതാണ് SFI മുൻ സെക്രട്ടറി ആയിട്ടുള്ള ആർഷോ പറഞ്ഞത്. അതേസമയം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 6 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇതിൽ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി KS അഭിലാഷ് ഈ SFI യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കേസിൽ ഒളിവിലുള്ള K അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റാണ്. അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് SFI പ്രവർത്തകനാണ്. എന്തായാലും ഇവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇന്നലെ മൊഴിയെടുക്കാൻ വേണ്ടി 8 പേരെയായിരുന്നു വിളിപ്പിച്ചത്. ഇതിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തന്നെ ഈ പോലീസ് പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടിക വലുതാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിപട്ടിക നീളുമെന്ന് പോലീസ് വ്യക്തമാക്കിയത്. ഈ
കോളേജിനകത്ത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഭവത്തിൽ 18 പ്രതികളാണ് ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 6 പേരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി SFI നേതാക്കൾ അടക്കമുള്ള 11 പേർ ഇപ്പോഴും ഒളിവിലാണ്. എന്തായാലും നിലവിൽ ഈ പ്രതികളെ പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടോം. ജിൻസ് തോട്ടുകരയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. അഖിലിനെയാണ് പാലക്കാട് നിന്ന് പിടികൂടിയത്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിൽ അഖിലിനും പങ്കുണ്ടെന്നാണ് വിവരം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.